രാജ്കുമാർ, അച്ഛനും അമ്മയും പറഞ്ഞത് പൂർണ്ണമായും കേൾക്കുകയായിരുന്നു. ലഹരിക്കടിമയായ ഒരു മനുഷ്യമൃഗമെന്ന് അവനെ വിളിക്കാം. അങ്ങനെ ഒരുത്തൻ ഒരു പെൺകുട്ടിയുടെ ജീവൻ ഇല്ലാതാകുന്നതിന് കാരണക്കാരായിരിക്കുന്നു. അതാണ് നമ്മൾ അവിടെ കണ്ടത്. ഇപ്പോൾ പലപ്പോഴും നമുക്കിപ്പോൾ ചോദിക്കാം, ആ കുട്ടിക്ക് അവിടെ നിന്ന് പോന്നിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ലേ? എന്തിനാണ് ഈ പീഡനം സഹിച്ചത് അവിടെ നിന്നത് എന്ന്. അപ്പോഴാണ് അമ്മ പറയുന്നത്, ഇറങ്ങി വന്നാലും കൊല്ലുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്ന്. അതെ അതെ, അത് മാത്രമല്ല, പലപ്പോഴും അച്ഛൻ വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആളാണ്, പ്രവാസി മലയാളിയാണ്. അദ്ദേഹം ഈ മകളോട് പലവട്ടം പറഞ്ഞു, അതായത് ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 11 വർഷമായി, മകൾക്ക് 10 വയസ്സുമായിട്ടുണ്ട്. ഏറെക്കാലം ഇവർ ദുബായിലായിരുന്നു, ഷാർജയിൽ ഇങ്ങനെ മാറി മാറി ജോലി ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. സിവിൽ എഞ്ചിനീയറാണ് ഇയാൾ. അവിടെ ഒരു കെട്ടിട ഇതിൻ്റെ രംഗത്ത് സിവിൽ എഞ്ചിനീയർ കൂടിയാണ്, നല്ല ശമ്പളമൊക്കെ ഉള്ള വ്യക്തി കൂടിയാണ്. ഈ കൊല്ലം ശാസ്താംകോട്ട സ്വദേശിയാണ് ഇയാൾ. ഇതിന് മുമ്പും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി. അന്ന് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് ഡൈവേഴ്സിൻ്റെ വക്കിലെത്തി. പിന്നെ രണ്ട് കുടുംബങ്ങൾ, ഒരു പെൺകുഞ്ഞുള്ളതാണ്, അങ്ങനെ തുടക്കത്തിലെ അങ്ങനെ അടിച്ചു പിരിയേണ്ടതല്ല എന്ന് പറഞ്ഞ് 2 കുടുംബങ്ങളും സമാധാനിപ്പിച്ച് കൗൺസിലിംഗ് ഇവരെ നടത്തി ഇവരെ ചേർത്ത് വെക്കുകയായിരുന്നു. മുമ്പ് ഈ പീഡനം നടന്നുമായി ബന്ധപ്പെട്ട് ഷാർജ പോലീസിലും ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു. അതും ഒത്തുതീർപ്പിലാണ് കലാശിച്ചത്. പക്ഷേ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത് വീട്ടുകാരോട് പറഞ്ഞാൽ പിന്നീട് തൻ്റെ കുടുംബജീവിതം തകരും, മാത്രമല്ല തനിക്ക് വരുമാനം നഷ്ടപ്പെടും, ഒരേക മകളെ വളർത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല, അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ഇതെല്ലാം സഹിച്ച് ഈ അതുല്യ ആ വീട്ടിൽ ജീവിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ബന്ധുക്കളിൽ നിന്നുള്ള വാക്കുകളിൽ നിന്ന് നമുക്ക് അങ്ങനെ വായിച്ചെടുക്കാനും കഴിയുന്നുള്ളൂ. എന്തായാലും ഇന്നലെ അച്ഛൻ ചവറ തെക്കുംഭാഗം പോലീസിൽ ഇക്കാര്യത്തിൽ തൻ്റെ മകൾ ദുരൂഹ സാഹചര്യത്തിൽ വിദേശ ഷാർജയിൽ വെച്ച് കൊല്ലപ്പെട്ടു, അതുകൊണ്ട് ഇതിൽ നടപടി വേണം, അന്വേഷിക്കണം, അയാളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചവറ തെക്കുംഭാഗം SIയും വനിതാ പോലീസുകാരും മറ്റു 2 പോലീസുകാരും ഉണ്ടായിരുന്നു. ഈ വീഡിയോ മുഴുവനും കണ്ട്, ഈ ശബ്ദരേഖ മുഴുവനും കേട്ട് അവരൊന്നൊന്നായി അമ്മയിൽ നിന്ന് പ്രത്യേകമായി മൊഴി രേഖപ്പെടുത്തിയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കൂടി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊലപാതക ചുറ്റം, അതായത് BNS 103, അതുപോലെ ഗാർഹിക പീഡനം, സ്ത്രീധന വിരുദ്ധ നിയമം, ശാരീരിക പീഡനം തുടങ്ങി നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ ചവറ തെക്കുംഭാഗം പോലീസ് കേസെടുത്തിട്ടുള്ളത്. അതേസമയം ഷാർജയിൽ നിന്ന് കിട്ടുന്ന ജമാൽ ഇന്നലെ രാത്രിയും ഇത് റിപ്പോർട്ട്, ഞാൻ ജമാലിനെ വിളിച്ച് ഈ വിവരം അറിയിച്ചു. അങ്ങനെ ജമാലും അന്വേഷിച്ച് ഇന്നലെ രാത്രി നമ്മുടെ കൈരളി ന്യൂസാണ് ആദ്യം വിവരങ്ങൾ പുറത്തുവിടുന്നത്. ജമാലും അവിടെ നിന്ന് ലൈവായി തത്സമയമായി ഇതിൽ പ്രതികരിക്കാൻ രംഗത്ത് വന്നിരുന്നു. ഷാർജ പോലീസ് നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ ജമാലിനെ കൂടി അവിടെ നിന്ന് വാർത്തകളുടെ വിവരങ്ങളുമായി ഒപ്പം ചേർക്കണം. ഇനി ആ കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ സതീഷിനെ നാട്ടിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യവും പോലീസിന്റെ മുൻപിലുണ്ട്. അതെ, അത് ഇനി അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ കൂടി പോലീസിന് ചെയ്യേണ്ടി വരും. എന്തായാലും അയാൾക്ക് നാട്ടിൽ വന്നല്ലേ മതിയാകും. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ വരും. വന്നു കഴിഞ്ഞാൽ ഉറപ്പായും അയാളെ പിടികൂടും. ഇനി ഇതിൽ ഇപ്പോൾ ഷാർജ പോലീസ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഷാർജ പോലീസിനോട് ഇയാൾ തന്നെ ഫോണിൽ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ഇയാൾ ഈ ഭാര്യയുമായി വഴക്കിട്ട ശേഷം ഇയാൾ പുറത്തേക്ക് പോയി, അജ്മനിലേക്ക് ഒരു സുഹൃത്തുമായി പോയി എന്നാണ് പറയുന്നത്. തിരിച്ചു വന്നപ്പോൾ, ഏതാണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഭാര്യയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് ഇയാൾ ഷാർജ പോലീസിനോട് പറഞ്ഞത്. ഷാർജ പോലീസിനെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നിയമം പോലെയല്ല. അവിടുത്തെ പോലീസിന് അതിൻ്റെ നിരവധി തെളിവുകൾ അവർ ശേഖരിക്കും, അവർ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും, അയാൾ പോയ സമയവും പിന്നീടുള്ള സമയം, ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഈ അതുല്യ ആരെങ്കിലും ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ, ആ സമയത്ത് അതുല്യ ജീവനോടെ ഉണ്ടായിരുന്നു തുടങ്ങിയ പല ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇപ്പം നമുക്ക് ഇതിനൊക്കെ ഒരു പരിമിതികളുണ്ടല്ലോ. ഷാർജയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനേ കഴിയില്ല. അപ്പോൾ ഒരു ജീവന് ആത്മഹത്യ ചെയ്തു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. പക്ഷേ അതേസമയം ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് കൊണ്ട് എത്തിച്ചത് ഇയാളുടെ കടുത്ത മാനസികമായ പീഡനമായിരിക്കാം. ഒരുപക്ഷെ ഇനി അച്ഛനും അമ്മയും പറയുന്നത് പോലെ ഇതൊരു ദുരൂഹ മരണമാണ്, ഇതൊരു കൊലപാതകമാണെങ്കിൽ അതും തെളിയിക്കപ്പെടേണ്ടതാണ്.